ഇവിടെ ഉണ്ടായിരുന്ന എത്ര നല്ല നല്ല കല്യാണാലോചനകൾ വന്നതാണെന്നറിയോ? ഗൾഫുകാരെ, ഗവൺമെന്റ് ജോലിക്കാരെ. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എന്റെ ഭർത്താവ് ഒരു ധീരനായിരിക്കണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴായി ബിജുക്കുട്ടൻ ചേട്ടൻ ഒരു കളരി കുരുക്കളുടെ ആലോചനയായിട്ട് വന്നത്. ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ അങ്ങ് സമ്മതിച്ച്. ഈ കളരി കുരുക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നില്ലേ? പക്ഷെ മണ്ഡപത്തിലെത്തിയപ്പോഴാണ് എനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. ഞാൻ ആരെ കുറിച്ചാ പറയുന്നതെന്ന് മനസ്സിലായ? എന്റെ ഭർത്താവ്. അന്തിയൂർ കണം അസ്ഥിയൂർ കുരുക്കൾ, വലിയ കളരി കുരുക്കൾ എന്നാ വിചാരം. ഇപ്പൊ വരും. മനുഷ്യ വിളക്ക് എത്തിച്ചു, ഇനി വാ. നിങ്ങൾ വിചാരിക്കും ഉശിരി കൊണ്ടാ നിക്കുന്നേന്ന്. ആ ആളിന്റെ ബലത്തിലാ നിക്കുന്ന എന്നെ. മനുഷ്യ എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. നിങ്ങൾ എന്തിനാ മനുഷ്യ ഇപ്പൊ ഇതൊക്കെ കാണിക്കണേ? കുറെ നാളായില്ല ഇതൊക്കെ എടുത്ത ഓരോ അഭ്യാസങ്ങൾ കാണിച്ചിട്ട്. ഇനി ചിലപ്പോ മറന്നു പോയാലോ? ഇതെന്തോന്ന് സർവേക്കല്ല് കാക്കതൂറി നടക്കുന്ന ദേഹത്തുമൊത്തോ പാട്? അതോ അതാ ഈ ഉറുമയെടുത്തൊന്ന് കറക്കി. ആവശ്യമില്ലാത്ത എല്ലാ സ്ഥലത്തും കൊണ്ട്, ആവശ്യമുള്ള ഒരു സ്ഥലത്തും കൊണ്ടില്ല. അതുകൊണ്ട് ചോര ഒടിയായിരിക്കാൻ ഭസ്മം ഇട്ട് വെച്ചതാ. നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് വീശി തീരത്തേ ഉള്ളു. അറാൻ പറ്റുന്ന വാക്ക് പറയാറേ. നിങ്ങൾ ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കുമ്പോഴേ ഞാൻ ഉള്ളപ്പോഴേ പ്രയോഗിക്കുള്ളേ. അപ്പൊ ഞാൻ ഉറുമി ഇറക്കുന്ന കാണാൻ നിനക്ക് ഇപ്പോഴും കൊതിയുണ്ടല്ലേ? അതൊന്നും അല്ല. ഇതെങ്ങാനും കഴുത്തെ ചുറ്റി ചോരയും മാറുന്ന അവിടെങ്ങാനും കിടന്ന ആര് വന്ന് രക്ഷിക്കാനാ? എന്റെ പൊന്നു മനുഷ്യ, ഈ കളരി പഠിപ്പിക്കുന്നിടത്ത് മാത്രം ഒറ്റ കുട്ടികളെ കാണാനില്ല. നമ്മുടെ ജംഗ്ഷനിൽ പുതിയൊരു കളരി സെന്റർ തുടങ്ങിയിട്ടുണ്ട്. 100 കുട്ടികൾ പുതിയതായിട്ട് വന്നപ്പോഴത്തേക്കും അഡ്മിഷൻ ക്ലോസ് ആക്കി എന്നാ കേട്ടെ. അറിയാമോ? എന്നാ അവിടുന്ന് പൊളിഞ്ഞുപോയ മാർക്കെങ്കിലും ഇങ്ങോട്ട് വന്നാലും നമുക്ക് നല്ലേ. അതിന് നിങ്ങൾക്ക് കളരി അറിയണം. നമുക്ക് ഈ കളരി പഠിപ്പിക്കുന്നതൊക്കെ അങ്ങ് നിർത്താം. നിങ്ങൾക്ക് ഞാൻ നല്ലൊരു സെക്യൂരിറ്റി പണി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എടി മുണ്ട് മുറുക്കിയെടുത്ത് പട്ടിണി നടക്കാം. പക്ഷെ അടിമപ്പണിക്ക് എന്നാ കിട്ടത്തില്ല. 10,000 രൂപ ശമ്പളം. 10,000 കുണുവ. എടി അതെനിക്കൊരു സിഗരറ്റ് വലിക്കാൻ തരുമോ? എനിക്കൊരു 25,000 രൂപ മാസം കിട്ടുന്ന ഒരു സർക്കാർ ജോലി തന്നെ വേണം. 10ാം ക്ലാസ്സിൽ പോയ വിഷയം പിന്നെ എഴുതിയെടുത്തായിരുന്ന 25,000 രൂപ. എന്റെ പൊന്നു മനുഷ്യ, ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേക്ക്. ഇവിടെ കളരി പഠിപ്പിച്ചോണ്ടിരുന്ന ഒന്നും കിട്ടത്തില്ല. അതേ ഇവിടെ ആരും ഇല്ലേ? ന്യൂ അഡ്മിഷൻ ആണെന്ന് തോന്നുന്നു. നീ അവരുമായിട്ട് സംസാരിച്ചില്ലേ? ഞാൻ ഇവിടെ കഠിനമായ ഒരു അടവും പിടിച്ചിരിക്കാം അവരെ ഇംപ്രസ് ചെയ്യാനേ. വീടല്ലേ ഇത്? ഇത് തന്നെ. അദ്ദേഹത്തെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. നല്ലതൊന്നും ആയിരിക്കില്ല. അല്ല, ഇനിയും ഒരുപാട് കേൾക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. വന്നതല്ലേ ഉള്ളൂ. വന്ന കാര്യം പറഞ്ഞില്ല. എനിക്ക് അദ്ദേഹത്തെ അത്യാവശ്യമായിട്ട് കാണണം. ഏതിക്കുന്നു പോയി കണ്ടോളൂ. അയ്യോ, അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് അല്ല, എനിക്ക് നേരിട്ട് കാണാം. അയ്യോ, അത് ഫ്ലെക്സ് അല്ല, അതിന് ജീവനുണ്ട്. ഗുരുക്കളെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. മനസ്സിലായില്ലല്ലോ. അതെ, ഈ വള്ളുവനാടാൻ അവസാനം വരെ കാണൂ. അതിനേക്കാളും നല്ലത് പഴയതല്ലേ? മനസ്സിലായില്ലല്ലോ. എനിക്ക് ഒരുത്തനെ അടിക്കണം. ഇത് കൊട്ടേഷൻ സെന്റർ അല്ലേ? ഇത് കളരി പഠിപ്പിക്കുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്ക്. അയ്യോ ഗുരുക്കളെ, എനിക്കത് അറിയാം. എനിക്ക് ഒരുത്തന്റെ അടുത്ത് പ്രതികാരം വീട്ടണം. അതിന് ഗുരുക്കൾ എനിക്ക് കുറച്ച് അടവുകൾ പഠിപ്പിച്ചു തരണം. എന്റെ അച്ഛനെ തല്ലിയവനെ എനിക്ക് തിരിച്ച് തല്ലിയേ പറ്റൂ. നല്ല സ്ഥലത്താ വന്നേ. ഇവിടെ ഇത്തിരി ഫീസ് കൂടുതലാണ്. അതൊക്കെ നമുക്ക് പരിഹരിക്കാം. പിന്നെ ഇവിടെ നിന്ന് പഠിക്കേണ്ടി വരും. മനുഷ്യ, ഇനി വന്നേ. വരാമേ. നിന്ന് പഠിപ്പിക്കാനോ? ഇവിടെ രണ്ടുപേരുടെ ചെലവ് കഴിയുന്നത് എങ്ങനെയെങ്കിലും ഒക്കെ. ഇനി ഇവന്റെ ചെലവും കൂടെ നോക്കണോ? അവനെ കണ്ടാ അറിയാവും, നല്ല കാശുള്ള വീട്ടിലാണ്. നീ അല്ലേ പറഞ്ഞു ഇവിടെ ഒരു വേലക്കാരൻ വേണമെന്ന് കടയിൽ പോവാനൊക്കെ? ഇതാകുമ്പോ നമുക്കൊരു വേലക്കാരനായി മാസം മാസം പൈസ കണ്ടിട്ടൊരു പൊട്ടനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇവിടെ വന്നത്. ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ആ പിന്നെ ഇവിടെ അഡ്വാൻസ് അതൊക്കെ നമുക്ക് ശരിയാക്കാന്നല്ലേ ഉള്ളു ഗുരുക്കളെ. എന്നാ ഇപ്പൊ ദർശനം വെച്ച് കേറിക്കോ. അല്ല ഗുരുക്കളെ, ഞാൻ വന്നപ്പോ വെളിയിൽ പ്രതിമ ഇരിക്കണല്ലേ? ഓ അതോ, അതെന്റെ അപ്പൂപ്പൻ ഗുരുക്കളാ. പേര് കേട്ട ഗുരുക്കളാണ്, കേട്ടിട്ടുണ്ടോ? കുളിർമാനസൻ ഗുരുക്കൾ. അപ്പൂപ്പ ഇപ്പൊ എവിടെയാണ്? അപ്പൂപ്പനെ ബ്രിട്ടീഷുകാർ ചതിച്ചു വന്നു. അപ്പൂപ്പനെ ഈ സാമൂതിരിയുടെ പടത്തലവനായിരുന്നു. ഇവർക്ക് ബ്രിട്ടീഷുകാരുമായിട്ട് 3 ദിവസത്തെ കപ്പൽ യുദ്ധം ഉണ്ടായിരുന്നു. കഠിനമായ കപ്പൽ യുദ്ധം. ബ്രിട്ടീഷ് കപ്പലിൽ ബ്രിട്ടീഷ് മേധാവിയായ ഫെഡറിക് ഷൈപ്പ്